വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും കണ്ട് മുറിവേറ്റ് വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒരിക്കൽ പോലും സ്നേഹം അനുഭവിക്കാത്തവർ. നമ്മുടെ വീടുകളിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ ഇരകളാകപ്പെടുന്നത് കുട്ടികൾ തന്നെയായിരിക്കും. പെരുമ്പാവൂർ കീഴിലെത്തി 2ാം ക്ലാസ്സുകാരനായ കുരുന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചോരയിൽ കുളിച്ച് ചലനമറ്റ് കിടക്കുന്ന അമ്മ. അവൻ്റെ നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറംലോകമറിഞ്ഞത്. കീഴിലം പണിക്കരമ്പല സ്വദേശി ജിനിമോളെ കൊലപ്പെടുത്തിയത് ഒപ്പം താമസിച്ചിരുന്ന കോതമംഗലം സ്വദേശി ലൈജുവാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട ലൈജുവിനെ വാഹനാപകടത്തിൽ പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് സംഭവത്തിന് കാരണമെന്നാണ് നിഗമനം. കീഴിലം ഷാപ്പംപടിയിലെ പെട്രോൾ പമ്പിന് സമീപം ഹോട്ടൽ നടത്തി വരികയായിരുന്നു ജിബിമോളും ലൈജുവും. ഹോട്ടലിന് പിന്നിലെ മുറിയിലാണ് ഇവർ 7 വയസ്സുള്ള മകനൊപ്പം താമസിച്ചത്. ഹോട്ടൽ ജോലിക്കിടെ ഇരുവരും പിന്നിലെ മുറിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് മകൻ ചെന്ന് നോക്കിയപ്പോഴാണ് ജിബി വീടിനുള്ളിൽ ചലനമറ്റ് കിടക്കുന്നത് കണ്ടത്. ഇതിനിടെ ലൈജു ബൈക്കുമായി പുറത്തേക്ക് പോയി. ജിബിയെ ഹോട്ടലിലെ ജീവനക്കാരും സമീപവാസികളും ചേർന്ന് പേഴക്കാപ്പിള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കഴുത്തിൽ ടേപ്പ് ഉപയോഗിച്ച് മുറുക്കിയ നിലയിലാണ്. കയ്യിലും തലയിലും പരിക്കേറ്റ അടയാളങ്ങളുണ്ട്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. പിന്നീട് ഉച്ചയോടെ പെരുമ്പാവൂർ പട്ടാൾ ഭാഗത്ത് KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ നിലയിൽ ലൈജുവിനെ കണ്ടെത്തുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ലൈജുവിനെ ആദ്യം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇരുവരും നേരത്തെ വേറെ വിവാഹം കഴിച്ച ശേഷം ബന്ധം വേർപെടുത്തിയവരാണെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാത്തതിനെ തുടർന്ന് ലൈജു ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ജിബി വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് ലൈജുവുമായി അടുപ്പത്തിലായത്. കോതമംഗലത്ത് പച്ചക്കറി വ്യാപാരം നടത്തിയിരുന്ന ലൈജു പിന്നീട് ജിബിയെയും കൂട്ടി കീഴിലത്തേക്ക് താമസം മാറി. 10 വർഷത്തോളമായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും ഇവർ നിയമപരമായി വിവാഹിതരല്ലെന്നാണ് വിവരം. ആദ്യ ബന്ധത്തിൽ ലൈജുവിന് 2 മക്കളും ജിബിക്ക് 1 മകളുമുണ്ട്. സംഭവത്തിൽ കുറുപ്പംപടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പെരുമ്പാവൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.